ദൈവജനമേ ഉണരൂ, ദൈവാത്മാവാൽ നിറയൂ, മാനസാന്തര ഫലമണിയൂ, സമയം സമാഗതമാ. ദൈവജനമേ ഉണരൂ, ദൈവാത്മാവാൽ നിറയൂ, മാനസാന്തര ഫലമണിയൂ, സമയം സമാഗതമാ. ഇതാണു സ്വീകാര്യ സമയം, ഇതാണു രക്ഷക ദിവസം. സ്നേഹരക്ഷകരേശുവേ വിശ്വസിക്കൂ നിങ്ങൾ. ഇതാണു സ്വീകാര്യ സമയം, ഇതാണു രക്ഷക ദിവസം. സ്നേഹരക്ഷകനേശുവേ വിശ്വസിക്കൂ നിങ്ങൾ. കാലത്തിൻ്റെ അടയാളങ്ങൾ കാണുന്നില്ലേ നിങ്ങൾ? കർത്താവരുളും തിരുവചനങ്ങൾ കേൾക്കുന്നില്ലേ നിങ്ങൾ? കാലത്തിൻ്റെ അടയാളങ്ങൾ കാണുന്നില്ലേ നിങ്ങൾ? കർത്താവരുളും തിരുവചനങ്ങൾ കേൾക്കുന്നില്ലേ നിങ്ങൾ? സത്യം കൊണ്ടരമുറുക്കാം, സന്മാർഗവീതിയിലുണരാം, ശാന്തി അരുളും സുവിശേഷത്തിൻ പാദരക്ഷകളണിയാം. ഇതാണു സ്വീകാര്യ സമയം, ഇതാണു രക്ഷക ദിവസം. സ്നേഹരക്ഷകനേശുവേ വിശ്വസിക്കൂ നിങ്ങൾ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ. സിയോൻ നിവാസികളെ, ഇതാ ജനതകളെ രക്ഷിക്കുവാൻ കർത്താവ് ആഗതനാകുന്നു. കർത്താവ് അവിടുത്തെ ശബ്ദത്തിന്റെ മഹത്വം നിങ്ങളുടെ ഹൃദയത്തിന്റെ സന്തോഷത്തിൽ കേൾപ്പിക്കും. ഹല്ലേലൂയ. കർത്താവിൽ സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ടവർ, ഇന്ന് ആഗമന കാലത്തിൽ രണ്ടാമത്തെ ഞായറാഴ്ചയിലേക്ക് പ്രവേശിക്കുന്നു.
അതോടൊപ്പം ഇന്ന് ലത്തീൻ സമുദായ ദിനമായിട്ടാണ് കേരള ലത്തീൻ കത്തോലിക്ക സഭ ആചരിക്കുക. കേരളത്തിലെ 16 ലത്തീൻ രൂപതകളിൽ വിവിധ മേഖലകളിൽ വിവിധ തൊഴിലുകൾ ചെയ്യുന്ന ലത്തീൻ വിശ്വാസികളെയൊക്കെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുവാനായിട്ട് വർഷങ്ങളായി പിതാക്കന്മാരും ആത്മായ നേതൃത്വവും ശ്രമിക്കുന്നു. അപ്പോൾ KRLCC കേരള റീജിയൻ ലാറ്റിൻ കാത്തലിക് കൗൺസിലാണ് ഇതിൻ്റെ അപെക്സ് ബോഡി, ടോപ്പിലുള്ള. അപ്പം അതിൻ്റെ കീഴിലാണ് KRLCBC കേരള റീജിയൻ ലാറ്റിൻ കാത്തലിക് ബിഷപ്സ് കൗൺസിൽ. അപ്പം അതിൻ്റെ കീഴെയാണ് KLCA കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷൻ ആത്മായ. അതിൻ്റെ കൂടെ KLCWA കൂടിയുണ്ട്, കേരള ലാറ്റിൻ കാത്തലിക് വിമൻസ് അസോസിയേഷൻ. അപ്പം അതിൻ്റെ യൂണിറ്റ് നമ്മൾ മിക്ക ഇടവകളിലും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ കേരളത്തിലെ ലത്തീൻ വിശ്വാസികളെയൊക്കെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുവാനും അപ്പം അതിൻ്റെ പിന്നിൽ രാഷ്ട്രീയമായും വിദ്യാഭ്യാസപരമായും സാമൂഹികമായും ഒക്കെ മുന്നേറുവാനുള്ള വർഷങ്ങളായിട്ട് പലപ്പോഴും കേരളത്തെ ഭരിച്ചിരുന്ന രാഷ്ട്രീയ നേതൃത്വം ഈ 16 രൂപതകളെയും 16 വിഭജിച്ചാണ് അവർ പലപ്പോഴും രാഷ്ട്രീയ നേട്ടങ്ങൾ കൈക്കൊണ്ടിരുന്നത്. അപ്പം എന്തെങ്കിലും ലത്തീൻ വിശ്വാസികൾക്ക് രാഷ്ട്രീയമായ അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ഈ 16 മെത്രാന്മാരെയും അല്ലെങ്കിൽ ഈ 16 മെത്രാന്മാരിൽ ഓരോരുത്തർ 11 മെത്രാന്മാർ ഓരോരുത്തരെ വിളിച്ചിട്ടാണ് മുഖ്യമന്ത്രി ചോദിക്കുക, ഒരു ഒഴിവുണ്ട് എന്ത് ചെയ്യും? അപ്പോൾ മെത്രാന്മാരെ തന്നെ വിഘടിച്ചു നിർത്തുക, പരസ്പരം ഒറ്റപ്പെട്ട് നിർത്തുക എന്നുള്ളത് രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ കാര്യം കൂടിയാണ്. അപ്പോൾ ഈ 11 പേരും 11 പേര് മുഖ്യമന്ത്രിയുടെ പക്കൽ കൊടുക്കുന്നു. അപ്പോൾ അദ്ദേഹം പറയും, ഈ 11 പേരിൽ ആരെ ഞാൻ തിരഞ്ഞെടുക്കും? അതുകൊണ്ട് നിങ്ങളെ മാറ്റി വേറൊരു സമുദായത്തിൽ നിന്ന് ഒരാളെ എടുക്കും. അപ്പം അതാണ് രാഷ്ട്രീയ നേതൃത്വം ഇന്നിവരെ ചെയ്തിരുന്നത്. അല്ലെങ്കിൽ ഈ 11 പേരും കൂടി ഒരു വ്യക്തിയെ കൊടുക്കുവാനായിട്ട്, ഉദാഹരണം ഒരു പ്രോ വൈസ് ചാൻസലറിൻ്റെ ഒഴിവ് വന്നു, ലത്തീൻകാർക്ക് തരാം എന്ന് രാഷ്ട്രീയ നേതൃത്വം തീരുമാനിക്കുമ്പോൾ ഈ 11 മെത്രാന്മാരെ 11 ദിവസം കണ്ടാണ് മന്ത്രിമാർ ചോദിക്കുക. അപ്പോൾ അവർ 11 പേരും 11 പേരെ കൊടുക്കും. അപ്പം നിങ്ങൾ ഒരുമിക്കാത്തത് കൊണ്ട് വേറൊരു സമുദായത്തിന് കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ 11 പേര് ഒരുമിച്ച് നിർത്തുന്നതാണ് KRLCCയും KLCAയും. വിശ്വാസികൾ വ്യത്യസ്തമായ തൊഴിൽ ചെയ്യുന്നെങ്കിലും അവർ ലത്തീൻകാരാണ് എന്നുള്ള ആ ലേബലിൽ ഒരുമിച്ച് അഭിപ്രായം പറയാനായിട്ട് അപ്പോൾ അവർക്കൊരു അപെക്സ് ബോഡി, ഒരു ഹൈ കമാൻഡ് പോലെ ഉണ്ടാകണമെന്നാണ് വർഷങ്ങളായി ചിന്തിച്ചിരിക്കുക. അപ്പം അതിന് പിതാക്കന്മാരോ അച്ഛന്മാരോ ശ്രമിച്ചാൽ പോരാ. ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് വിഘടനത്തിൻ്റെ സ്വരം മാറ്റിയിട്ട് സമന്വയത്തിൻ്റെ ഒരുമിച്ച് കൂടുക. അപ്പോൾ മത്സ്യത്തൊഴിലാളിയും കശുവണ്ടി തൊഴിലാളിയും മേയ്സനും അങ്ങനെയുള്ള വ്യത്യസ്ത ജോലി ചെയ്യുന്നവരെ തൊഴിലിൻ്റെ വ്യത്യാസത്തിൽ കാണാതെ ലത്തീൻകാരാണ് എന്നുള്ള ലേബലിൽ കണ്ട് ഒരുമയോട് നിൽക്കുന്നുവെങ്കിൽ മാത്രമാണ് ഈ സമുദായത്തിന് പുരോഗതി ഉണ്ടാവുക. അല്ലെങ്കിൽ ഒരു MLA ആയിട്ട് ഒരാളെ തരണമെന്ന് പറയുമ്പോൾ 11 പേരും 11 പേരെ കൊടുക്കുകയാണെങ്കിൽ 11 MLA ഒന്നും ജയിപ്പിച്ചെടുക്കുവാൻ ലത്തീൻ സമുദായത്തിന് സാധിക്കില്ല. 2-3 പേര് ജയിപ്പിക്കും. അപ്പോൾ ഈ 11 പേരും കൂടി ഇരുന്ന് തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയുള്ള ആത്മാരെ നോക്കിയിട്ട് ഞങ്ങൾ ഇത്ര പേരെ തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മേശയുടെ ചുറ്റും ഇരിക്കുന്നതാണ് KRLCC എന്ന് പറയും. ഒരുമിച്ചിരിക്കുവാനാണ്. ഇപ്പോൾ ലത്തീൻ വിശ്വാസികളെയും ലത്തീൻ മെത്രാന്മാരെയും ഒക്കെ ഒരുമിച്ച് കൂട്ടി നമ്മുടെ സമുദായത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ നമുക്ക് രാഷ്ട്രീയക്കാരെ ആരെയും വിശ്വസിക്കാനൊക്കില്ല. UDFും LDFും ഒക്കെ ലത്തീൻ സമുദായത്തെ ചതിച്ചിട്ടുള്ളതാണ് പാരമ്പര്യം. അപ്പോൾ നമ്മൾ ഇലക്ഷൻ വരുമ്പോഴൊക്കെ അവരിങ്ങനെ
എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി നമ്മളെ പലതട്ടായി കണ്ട് നമുക്കൊന്നും നേടിയെടുക്കുവാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ഇടയിൽ നിന്ന് ഉയർന്നു വരുന്നവരെ നമ്മൾ വളർത്തുകയും അവർക്ക് വേണ്ട എല്ലാം ചെയ്തു കൊടുക്കുവാനൊക്കെയുള്ള അൽമായ തീക്ഷ്ണതയാണ് ഈ KLCA ഇന്ന് സമുദായ ദിനം ആചരിക്കുമ്പോൾ നമ്മുടെ എല്ലാ സമൂഹത്തിൽ നിന്നും, നമ്മുടെ ലത്തീൻ സമൂഹത്തിൽ നിന്നും ഉണ്ടാകും. അപ്പോൾ ഇടവക, രൂപത, തൊഴിൽ എന്നുള്ള വ്യത്യസ്തതയിൽ നമ്മൾ വിഘടിക്കാതെ നമ്മളെല്ലാം തൊഴിലല്ല ലത്തീൻകാരാണ് എന്നുള്ള ഒരു ലേബലിൽ ഒരുമിച്ച് വരാനും ഒരുമിച്ച് തീരുമാനം എടുക്കാനും പരസ്പരം ബഹുമാനിക്കാനും പരസ്പരം അംഗീകരിക്കുവാനും ഒക്കെ നമുക്ക് കഴിയുമ്പോഴാണ് നമ്മുടെ സമുദായം വളരുക. അല്ലെങ്കിൽ നമ്മൾ ഓരോ രാഷ്ട്രീയക്കാർ വന്ന ഓരോ കൊടിയുടെ കീഴിൽ നമ്മളെ വിഘടിച്ചു കൊണ്ടുപോയി ചുവപ്പും പച്ചയും നീലയൊക്കെ വ്യത്യസ്ത അടയാളങ്ങളിൽ നമ്മളെ കൊണ്ടുപോയി അവരെ മുതലെടുത്ത് നമ്മളെ ശിഥിലീകരിച്ച് ക്ഷയിച്ച് നമ്മളെ നാമാവിശേഷമാകും എന്നുള്ളതാണ്. അപ്പം ആ ക്ഷയിപ്പിക്കൽ പ്രോസസ്സിൽ പെടാതെ, പ്രക്രിയയിൽ പെടാതെ നമ്മുടെ തനിമ കാണിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് ഇന്നത്തെ സമുദായ ദിനത്തെ നമ്മൾ നോക്കിക്കാണേണ്ടത്. അപ്പം സമുദായ ദിനത്തിൻ്റെ എല്ലാ ആശംസകൾ ഇപ്പം നമ്മൾ എല്ലാ ഇടവുകളിലും രൂപതകളിലും KLCA പതാക ഉയർത്തി ആ ഒരു ബോധ്യം കൊടുക്കുന്ന ദിവസം കൂടിയാണ്. അപ്പം നമ്മൾ ലത്തീൻ വിശ്വാസികളെല്ലാവരെയും നമുക്ക് പ്രത്യേകമായി പിതാക്കന്മാരെയും ആത്മായ പ്രതിനിധികളെയും ഒക്കെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കുകയും ഇപ്പം നമ്മൾ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ മത്തായിയുടെ മർക്കോസിൻ്റെ 1-ാം അധ്യായത്തിൽ സ്നാപകൻ മരുഭൂമിയിൽ വന്ന് പ്രസംഗിക്കുന്ന ഭാഗമാണ്. സ്നാപകൻ ജനങ്ങളോട് പാപത്തെ ഓർത്ത് പശ്ചാത്തപിക്കുവാനായിട്ടാണ് ആവശ്യപ്പെടുക. അപ്പോൾ അനുതാപത്തിൻ്റെ സ്നാനം കൊടുത്തുകൊണ്ടാണ് സ്നാപകൻ ദൈവത്തിൻ്റെ ശബ്ദം വിളിച്ചു പറയുക, മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ശബ്ദമാണ് എന്നാണ് സ്നാപകനെ പറ്റി സുവിശേഷകൻ പറയുക. അപ്പോൾ ദൈവത്തെ സ്വീകരിക്കുവാനായിട്ട് പാപം തടസ്സമാണ് എന്നുള്ള ചിന്തയാണ് സ്നാപകന് കൊടുക്കുക. അപ്പോൾ ഈ പാപബോധം, പാപമോചനം തേടണം, എങ്കിൽ മാത്രമേ ദൈവസന്നിധിയിലേക്ക് വരാനൊക്കെയുള്ളൂ. അപ്പോൾ അത് വലിയ പാപമായാലും ചെറിയ പാപമായാലും പാപബോധവും മനസ്താപവും ഉണ്ടാകണം. അതാണ് സ്നാപകൻ വയ്ക്കുന്ന. ചെറിയ പാപം ചെയ്തത് കൊണ്ട് മനസ്തപിക്കണ്ട എന്ന് വിചാരിക്കാൻ പാടില്ല. 100 ചെറിയ പാപം ചെയ്യുമ്പോൾ ഒരു വലിയ പാപത്തിൻ്റെ ഫലമായിരിക്കും. അപ്പം ചെറിയ ചെറിയ പാപങ്ങൾ, 10 നുണ പറഞ്ഞോ 10 തെറി പറഞ്ഞോ അതിന് എന്തിനാണ് മനസ്താപം എന്ന് ചിന്തിക്കുന്നതില്ല. പാപം ഏതായാലും മനസ്താപവും പാപബോധവും ആവശ്യമാണ് എന്നുള്ള അല്ലേ. ഇപ്പോൾ വലിയ പാപം ഒരു വലിയ കല്ലായിട്ട് എടുത്തുകൊണ്ട് വരാൻ സാധിക്കും, പൊക്കിയെടുത്താൽ മതി. ചെറിയ പാപങ്ങൾ, ചെറിയ കല്ലുകൾ നമ്മൾ ഒരു തുണിസഞ്ചിയിൽ പെറുക്കിയെടുക്കുന്നത് പോലെയാകും. അത് തിരിച്ചു കൊണ്ട് വെക്കാൻ പറയുമ്പോൾ വലിയ കല്ല് നമ്മൾ എടുത്ത സ്ഥലം അറിയാം, അവിടെ കൊണ്ട് വെക്കാം. ചെറിയ കല്ലുകൾ നമ്മൾ പലയിടത്തു നിന്നാണ് പെറുക്കിയെടുത്തുക, ഇവിടെ കൊണ്ട് ഇടുമെന്നുള്ളതാണ്. അപ്പോൾ ചെറിയ പാപങ്ങൾക്ക് മനസ്താപവും പശ്ചാത്താപവും ഒക്കെ ആവശ്യമാണ്. അപ്പോൾ ഇവിടെ സ്നാപകൻ പറയുക, പാപമോചനം, പാപത്തെക്കുറിച്ചുള്ള പശ്ചാത്താപം, മനസ്താപം ഓരോ നിമിഷവും ആവശ്യമാണ്. അപ്പോൾ ദൈവത്തിലേക്ക് പ്രവേശിക്കുവാൻ പാപം തടസ്സമാണ്. ഈ തടസ്സങ്ങൾ മാറ്റിയാൽ മാത്രമേ കർത്താവിൻ്റെ കൃപയും അനുഗ്രഹവും നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ക്രിസ്മസിന് ഒരു നല്ല കുമ്പസാരം ചെയ്യണം. കൊറോണ മാർച്ചിൽ വന്നതുകൊണ്ട് ഇതുവരെ കുമ്പസാരിച്ചിട്ടില്ല, 5-8 മാസമായി. അപ്പോൾ ക്രിസ്മസിനെങ്കിലും കുമ്പസാരിച്ച് പാപമോചനം നേടി ഈശോയെ സ്വീകരിക്കണം എന്നൊരു ചിന്ത ഉണ്ടാകുന്നത് തന്നെ വലിയ കാര്യമാണ്. അപ്പോൾ നമുക്ക് തിരുവചനത്തിലൂടെ ഈശോയിലേക്ക് നമുക്ക് വരാം. നമ്മുടെ ആത്മീയ ജീവിതത്തിന് തടസ്സമാകുന്ന എല്ലാ പാപങ്ങളെയും കുമ്പസാരത്തിലൂടെ ഏറ്റുപറഞ്ഞ ക്രിസ്മസിനായി നമുക്ക് ഒരുങ്ങാം. ഈ ബലിയർപ്പിക്കുവാൻ തടസ്സം നിൽക്കുന്ന എല്ലാവിധ ചിന്തകളെയും നമുക്ക് ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് അവിടുത്തെ മാപ്പും മോചനവും നമുക്ക് സ്വീകരിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും അപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ.
ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ, അങ്ങേ പുത്രനെ എതിരേൽക്കുവാൻ തിടുക്കത്തിൽ ഓടി അണയുന്നവർക്ക് ലൗകികമായ ഒന്നും തന്നെ പ്രതിബന്ധമാകരുതേ. എന്നാൽ സ്വർഗീയ ജ്ഞാന സമ്പാദനം ഞങ്ങളെ അവിടുന്നിൽ പങ്കാളികളാക്കാൻ ഇടവരുത്തട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിരുള്ളണമേ. യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്, നിങ്ങളുടെ ദൈവം അരുളി ചെയ്യുന്നു, ആശ്വസിപ്പിക്കുവിൻ, എൻ്റെ ജനത്തെ സമാശ്വസിപ്പിക്കുവിൻ. ജെറുസലേമിനോട് സൗമ്യമായി സംസാരിക്കുകയും അവളോട് പ്രഘോഷിക്കുകയും ചെയ്യുവിൻ. അവളുടെ അടിമത്തം അവസാനിച്ചു, തിന്മകൾ ക്ഷമിച്ചിരിക്കുന്നു. എല്ലാ പാപങ്ങൾക്കും കർത്താവിൽ നിന്ന് ഇരട്ടി ശിക്ഷയും ലഭിച്ചിരിക്കുന്നു. ഒരു സ്വരം ഉയരുന്നു, മരുഭൂമിയിൽ കർത്താവിന് വഴിയൊരുക്കുവിൻ. വിജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് വിശാല വീതി ഒരുക്കുവിൻ. താഴ്വരകൾ നികത്തപ്പെടും, മലകളും കുന്നുകളും താഴ്ത്തപ്പെടും. കുന്നും കുഴിയുമായ സ്ഥലങ്ങൾ നിരപ്പാകും, ദുർഘട പ്രദേശങ്ങൾ സമതലമാകും. കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടും, മർത്യരെല്ലാവരും ഒരുമിച്ച് അത് ദർശിക്കും. കർത്താവാണ് ഇത് അരുളി ചെയ്യുന്നത്. സദ്വാർത്തയുമായി വരുന്ന സിയോനെ, ഉയർന്ന മലയിൽ കയറി ശക്തിയോടെ സ്വരമുയർത്തി പറയുക. സദ്വാർത്തയുമായി വരുന്ന ജെറുസലേമേ, നിർഭയം വിളിച്ചു പറയുക. യൂദായുടെ പട്ടണങ്ങളോട് പറയുക, ഇതാ നിങ്ങളുടെ ദൈവം, ഇതാ ദൈവമായ കർത്താവ് ശക്തിയോടെ വരുന്നു. അവിടുന്ന് കരബലത്താൽ ഭരണം നടത്തുന്നു. സമ്മാനം അവിടുത്തെ കയ്യിലുണ്ട്, പ്രതിഫലവും അവിടുത്തെ മുൻപിലുണ്ട്. ഇടയനെ പോലെ അവിടുന്ന് തൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയിക്കുന്നു. അവിടുന്ന് ആട്ടിൻകുട്ടികളെ കരങ്ങളിൽ ചേർത്ത് മാറോടണച്ച് തള്ളയാടുകളെ സാവധാനം നയിക്കുന്നു. കർത്താവിൻ്റെ വചനം. കർത്താവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളിൽ ചൊരിയണമേ, ഞങ്ങൾക്ക് രക്ഷ പ്രദാനം ചെയ്യണമേ. കർത്താവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളിൽ ചൊരിയണമേ, ഞങ്ങൾക്ക് രക്ഷ പ്രദാനം ചെയ്യണമേ. കർത്താവായ ദൈവം അരുളി ചെയ്യുന്നത് ഞാൻ കേൾക്കും. അവിടുന്ന് തൻ്റെ ജനത്തിന് സമാധാനമരുളും. ഹൃദയപൂർവം തന്നിലേക്ക് തിരിയുന്ന തൻ്റെ വിശുദ്ധർക്ക് തന്നെ. അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് രക്ഷ സമീപസ്ഥമാണ്. മഹത്വം നമ്മുടെ ദേശത്ത് കുടികൊള്ളും.
കർത്താവേ, കർത്താവേ, അങ്ങയുടെ കാരുണ്യം അങ്ങയുടെ കാരുണ്യം ഞങ്ങളിൽ ചൊരിയണമേ. ഞങ്ങളിൽ ചൊരിയണമേ. ഞങ്ങൾക്ക് രക്ഷ പ്രദാനം ചെയ്യണമേ. ഞങ്ങൾക്ക് രക്ഷ പ്രദാനം ചെയ്യണമേ. കാരുണ്യവും വിശ്വസ്തതയും തമ്മിൽ ആശ്ലേഷിക്കും. നീതിയും സമാധാനവും പരസ്പരം ചുംബിക്കും. ഭൂമിയിൽ വിശ്വസ്തത മുളയെടുക്കും. നീതി ആകാശത്ത് നിന്ന് ഭൂമിയെ കടാക്ഷിക്കും. കർത്താവേ, കർത്താവേ, അങ്ങയുടെ കാരുണ്യം അങ്ങയുടെ കാരുണ്യം ഞങ്ങളിൽ ചൊരിയണമേ. ഞങ്ങളിൽ ചൊരിയണമേ. ഞങ്ങൾക്ക് രക്ഷ പ്രദാനം ചെയ്യണമേ. ഞങ്ങൾക്ക് രക്ഷ പ്രദാനം ചെയ്യണമേ. കർത്താവ് നന്മ പ്രദാനം ചെയ്യും. നമ്മുടെ ദേശം സമൃദ്ധമായി വിളവ് നൽകും. നീതി അവിടുത്തെ മുൻപിൽ നടന്ന് അവിടത്തേക്ക് വഴിയൊരുക്കും. കർത്താവേ, കർത്താവേ, അങ്ങയുടെ കാരുണ്യം അങ്ങയുടെ കാരുണ്യം ഞങ്ങളിൽ ചൊരിയണമേ. ഞങ്ങളിൽ ചൊരിയണമേ. ഞങ്ങൾക്ക് രക്ഷ പ്രദാനം ചെയ്യണമേ. രക്ഷ പ്രദാനം ചെയ്യണമേ. വിശുദ്ധ പത്രോസ് എഴുതിയ 2-ാം ലേഖനത്തിൽ നിന്ന്. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ മുമ്പിൽ ഒരു ദിവസം 1000 വർഷങ്ങൾ പോലെയും 1000 വർഷം ഒരു ദിവസം പോലെയുമാണ് എന്ന കാര്യം നിങ്ങൾ വിസ്മരിക്കരുത്. കാലവിളംബരത്തെക്കുറിച്ച് ചിലർ വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ താമസം വരുത്തുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും അനുദിപ്പിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നുവെന്നേ ഉള്ളൂ. കർത്താവിൻ്റെ ദിനം കള്ളനെ പോലെ വരും. അപ്പോൾ ആകാശം വലിയ ശബ്ദത്തോടുകൂടി അപ്രത്യക്ഷമാകും. മൂലപദാർത്ഥങ്ങൾ എരിഞ്ഞു ചാമ്പലാകും. ഭൂമിയും അതിലുള്ള സമസ്തവും കത്തി നശിക്കും. ഇവയെല്ലാം നശ്വരമാകിയാൽ വിശുദ്ധിയോടും ദൈവഭക്തിയോടും കൂടി ജീവിക്കുന്നതിൽ നിങ്ങൾ എത്ര ശുഷ്കാന്തിയുള്ളവരായിരിക്കണം. ആകാശം തീയിൽ വെന്ത് നശിക്കുകയും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ ആഗമന ദിനത്തെ പ്രതീക്ഷിക്കുകയും ത്വരിതപ്പെടുത്തുകയും ചെയ്യുവിൻ. നീതി നിവസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും അവിടുത്തെ വാഗ്ദാന പ്രകാരം നാം കാത്തിരിക്കുന്നു. ആകയാൽ പ്രിയപ്പെട്ടവരെ, ഇവ പ്രതീക്ഷിച്ചുകൊണ്ട് കളങ്കവും കറയുമില്ലാതെ സമാധാനത്തിൽ കഴിയുന്നവരായി നിങ്ങൾ അവനെ കാണപ്പെടാൻ വേണ്ടി ഉത്സാഹിക്കുവിൻ. പ്രഘോഷണം. കർത്താവിൻ്റെ വഴിയൊരുക്കുവിൻ, അവൻ്റെ പാത നേരെയാക്കുവിൻ. സകല മനുഷ്യരും ദൈവത്തിൻ്റെ രക്ഷ കാണുകയും ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. മാവോടുകൂടെ. മർക്കോസ് എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭം. ഇതാ നിനക്ക് മുൻപേ ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു, അവൻ നിന്റെ വഴി ഒരുക്കും. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം. കർത്താവിൻ്റെ വഴി ഒരുക്കുവൻ, അവൻ്റെ പാത നേരെയാക്കുവൻ എന്ന് യേശയ്യാ പ്രവാചകന്റെ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ പാപമോചനത്തിനുള്ള അനുതാപത്തിൻ്റെ ജ്ഞാനസ്നാനം പ്രസംഗിച്ചുകൊണ്ട് സ്നാപക യോഹന്നാൻ മരുഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടു. യൂദയ മുഴുവനിലെയും ജെറൂസലമിലെയും ജനങ്ങൾ അവൻ്റെ അടുത്തെത്തി. അവർ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ജോർദാൻ നദിയിൽ വെച്ച് സ്നാനം സ്വീകരിച്ചു. യോഹന്നാൻ ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രം ധരിച്ചിരുന്നു. അരയിൽ തോൽപ്പട്ട ചുറ്റിയിരുന്നു. വെട്ടുകിളിയും കാട്ടുതേനുമായിരുന്നു അവൻ്റെ ഭക്ഷണം. അവൻ ഇപ്രകാരം ഉദ്ഘോഷിച്ചു, എന്നേക്കാൾ ശക്തനായവൻ എൻ്റെ പിന്നാലെ വരുന്നു. കുനിഞ്ഞ് അവൻ്റെ ചെരുപ്പിൻ്റെ വള്ളികൾ അഴിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല. ഞാൻ നിങ്ങൾക്ക് ജലം കൊണ്ടുള്ള സ്നാനം നൽകി, അവനോ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾക്ക് സ്നാനം നൽകും.
കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. തിരുവചനം നമ്മുടെ പാപങ്ങൾ മായ്ച്ചു കളയട്ടെ. പാടാം. ഏകനാം ദൈവത്തിൽ വിശ്വസിക്കുന്നേ, ആകാശത്തിന്റെയും ഭൂമിയുടെയും ദൃശ്യാദൃശ്യങ്ങളാമെല്ലാറ്റിന്റെയും സൃഷ്ടാവും സർവൈകശക്തനുമായ ദൈവപിതാവിൽ ഞാൻ വിശ്വസിക്കുന്നേ. എല്ലാ യുഗങ്ങൾക്കു മുമ്പു പിതാവിൽ നിന്നു ജനിച്ചൊരു ദൈവസുതനും ഏകനാം ജാതനും നാഥനുമായ ക്രിസ്തുവാമീശോയിൽ വിശ്വസിക്കുന്നേ. ദൈവത്തിൽ നിന്നുള്ള ദൈവമാണെന്നും ദീപ്തിയിൽ നിന്നുള്ള ദീപ്തിയാണെന്നും സത്യദൈവം തന്നെ നിന്നുള്ള സാക്ഷാൽ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നേ. ജാതനാണെങ്കിലും സൃഷ്ടനല്ലെന്നും സത്തയിൽ താതനോടേകനാണെന്നും സർവവും താൻ വഴി സൃഷ്ടമായെന്നും സന്തതം ഞാനേവ വിശ്വസിക്കുന്നേ. നമ്മൾക്കും നമ്മളുടെ രക്ഷയ്ക്കും വേണ്ടി സ്വർഗത്തിൽ നിന്നും ഇറങ്ങി പാരി കന്യാമറിയത്തിൽ നിന്നോരുഹായാൽ ധന്യ ശരീരമെടുത്തു നരനായി പോന്തിയോസ് പീലാത്തോസ് വാണിടും നാളിൽ നമ്മൾക്കായി ഘോരമാ പീഡകളേറ്റു ക്രൂശിൽ മരിച്ചു സംസ്കാരവുമാർന്നു വിശ്വസിക്കുന്നേ നീ സത്യങ്ങളെല്ലാം. മുന്നം ലിഖിതങ്ങൾ ചൊന്നതുപോലെ മൂന്നാം ദിവസമുയർത്തെഴുന്നേറ്റു സ്വർഗത്തിലേറി ഇരുന്നരുളുന്നു തൻ പിതാവിൻ വലം പാർശ്വത്തിലായി. ജീവിപ്പോരെയും മരിച്ചവരെയും ന്യായം വിധിക്കാൻ പ്രതാപങ്ങളോടെ വീണ്ടും വരും അന്തമില്ലാത്തതാണ് തൻ വാഴ്ച എന്നതും വിശ്വസിക്കുന്നേ. താരനിൽ നിന്നും കനയരിൽ നിന്നും ചെമ്മി പുറപ്പെടും പാവനാത്മാവിൽ താരനും ജാതനും ഒന്നിച്ചു നിത്യം സുസ്ഥിരനും പൂജ്യനും മാകും റൂഹായിൽ. വേദപ്രവാചകന്മാർ വഴിയെല്ലാം നമ്മോടരുൾ ചെയ്ത ജീവദാതാവും കർത്താവുമായുള്ള പാവനാത്മാവിൽ ഏറ്റമുറപ്പായി വിശ്വസിക്കുന്നേ. വിശ്വസിക്കുന്നു ഞാനേക വിശുദ്ധ കത്തോലിക്ക അപ്പസ്തോലിക്ക സഭയിൽ പാപ
ജ്ഞാനസ്നാനം ഭക്ത്യ പ്രഖ്യാപിക്കുന്നേ. മൃത്യു വരിച്ചവർക്കുള്ളോരുയർപ്പും നിത്യ പരലോക ജീവിതവും ഞാൻ വിശ്വസിച്ചേറ്റമുറപ്പായിഹത്തിൽ പ്രത്യാശയോടിത കാത്തിരിക്കുന്നേ. പ്രിയ സഹോദരരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനം പ്രഖ്യാതരപൂർവ്വം പ്രതീക്ഷിച്ചുകൊണ്ട് അവിടുത്തെ ഈ കാരുണ്യം കൂടുതൽ തീക്ഷ്ണതയോടെ നമുക്ക് യാചിക്കാം. ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കുവാനും ഹൃദയം തുടങ്ങിയവരെ സുഖപ്പെടുത്തുവാനും അവിടുന്ന് ലോകത്തിലേക്ക് വന്ന പോലെ നമ്മുടെ ഈ കാലയളവിലും സകല അഗതികൾക്കും അവിടുന്ന് രക്ഷ പ്രദാനം ചെയ്യുമാറാകട്ടെ. അവിടുന്ന് തൻ്റെ തിരുസഭയെ സന്ദർശിക്കുകയും സർവ്വതാ കാത്തുപരിപാലിക്കുകയും ചെയ്യുന്നതിന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. റോമിലെ പാപ്പയെയും നമ്മുടെ മെത്രാനെയും മെത്രാൻ പദവിയിലുള്ള എല്ലാവരെയും അവിടുന്ന് ആത്മീയ കൃപാദാനങ്ങൾ കൊണ്ട് നിറയ്ക്കണമെന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അവിടുത്തെ സംരക്ഷണത്താൽ നമ്മുടെ ഈ കാലഘട്ടം സമാധാനപൂർണ്ണമാക്കട്ടെ എന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മെ ഭരിക്കുന്നവരുടെ മനസ്സുകൾ അവിടുന്ന് തൻ്റെ തിരുമനസ്സനുസരിച്ച് എല്ലാ നന്മകളുടെയും പരിപോഷണത്തിനായി നയിക്കട്ടെ എന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. രോഗങ്ങൾ ദൂരീകരിക്കുകയും ദാരിദ്ര്യം അകറ്റുകയും എല്ലാ ക്ലേശങ്ങളും ഒഴിവാക്കുകയും ചെയ്യുവാൻ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പീഡനങ്ങളാൽ വലയുന്ന എല്ലാവരെയും അവിടുന്ന് കാരുണ്യപൂർവ്വം മോചിപ്പിക്കുവാൻ ഇടവരുത്തട്ടെ എന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. എല്ലാ മനുഷ്യരുടെയും മുമ്പാകെ അവിടുത്തെ സ്നേഹത്തിൻ്റെ സാക്ഷികളായി സത്യത്തിൽ നിലനിൽക്കാനായി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അവിടുത്തെ ആഗമന വേളയിൽ നമ്മൾ ജാഗരൂകരായി കാണപ്പെടുവാൻ വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഇന്ന് സമുദായ ദിനം ആചരിക്കുമ്പോൾ കെൽസിയെ യൂണിറ്റ്, കെൽസിയെ എല്ലാ രൂപതകളിലും എല്ലാ ഇടവകളിലും യൂണിറ്റ് പ്രവർത്തിക്കുന്നു. കൂടുതൽ വ്യക്തികൾ കെൽസിയെ പ്രവർത്തനങ്ങൾക്ക് വരുവാൻ സമുദായത്തിൻ്റെ ഉന്നമനത്തിനായി രാഷ്ട്രീയ തിരിവുകൾ ഏത് പാർട്ടിയിൽ വിശ്വസിക്കുന്നവരായാലും സമുദായത്തിൻ്റെ കൂട്ടായ്മയ്ക്ക് വേണ്ടി ഒരുമിച്ച് ചേരുവാൻ പ്രയത്നിക്കുവാൻ പ്രാർത്ഥിക്കുവാനൊക്കെ എല്ലാവരെയും അനുഗ്രഹിക്കുവാൻ ഇപ്പം നമ്മുടെ ലത്തീൻ വിശ്വാസികളെ ഒരുമയോട് കൊണ്ടുവരുവാൻ അതിനുവേണ്ടി ശ്രമിക്കുന്ന പിതാക്കന്മാരെയും ആത്മീയ നേതാക്കളെയും ഒക്കെ ശാക്തീകരിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ കൃപ എല്ലാവർക്കും നൽകുവാനുമായി നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങ് എല്ലാവരെയും രക്ഷിക്കുകയും ആരും തന്നെ നശിച്ചു പോകരുതെന്ന് അഭിലഷിക്കുകയും ചെയ്യുന്നുവല്ലോ. അങ്ങേ ജനത്തിൻ്റെ പ്രാർത്ഥനകൾ ശ്രവിക്കണമേ. സമാധാനപൂർണമായ അങ്ങേ പരിപാലനത്താൽ ലോകഗതി നയിക്കപ്പെടാനും അങ്ങേ സഭ പ്രശാന്തമായ ഭക്തിയാൽ സന്തോഷിക്കുവാനും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിരുളണമേ. യാഗവേദിയിലെന്നെ സമ്പൂർണമായി നൽകുന്നിത അലിവോടെ ഈ ജീവയാഗം തിരുബലിയായി മാറ്റിയിടണേ. കണങ്ങളാമീകാസയും വേദന നിറയുമി പീലാസയും
സാഗരം നിന്നിൽ അപ്പവും വീഞ്ഞുമായി ഞാനിതാ അണയുന്നു സാഗരം നിന്നിൽ സ്വീകരിക്കൂ സ്നേഹനാഥ തൃക്കൈകളിൽ ജീവയാഗം യോഗ്യമാകുവാൻ നിൻ കൈകളിൽ എന്നെ ഏകിടുന്നു ഈ യാഗവേദിയിൽ എന്നെ സമ്പൂർണമായി നൽകുന്നിതാ അലിവോടെ ഈ ജീവയാഗം തിരുബലിയായി മാറ്റിയിടണേ. തിരുവോസ്തിയാൽ എന്നെ തഴുകിടുവാൻ തിരുരക്തത്താൽ എന്നെ കഴുകിടുവാൻ തിരുവോസ്തിയാൽ എന്നെ തഴുകിടുവാൻ തിരുരക്തത്താൽ എന്നെ കഴുകിടുവാൻ എന്നെയും സർവവും ഞാനിതാ നൽകുന്നു കാഴ്ചയായി എന്നെയും സർവവും ഞാനിതാ നൽകുന്നു കാഴ്ചയായി സ്വീകരിക്കൂ സ്നേഹനാഥ തൃക്കൈകളിൽ ജീവയാഗം യോഗ്യമാകുവാൻ നിൻ കൈകളിൽ എന്നെ ഇടുന്നു. സഹോദരന് നമ്മുടെ ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ. കർത്താവേ, ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകളും കാണിക്കകളും വഴി ഞങ്ങളിൽ സംപ്രീതനാകണമേ. ഒന്നും അവകാശപ്പെടാനില്ലാത്ത ഞങ്ങൾക്ക് അങ്ങേ കരുണയുടെ സംരക്ഷണം സഹായമായി നൽകണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ ഹൃദയങ്ങൾ ഉയർത്തുവൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി അങ്ങ് എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. പ്രഥമ ആഗമനത്തിൽ അവിടുന്ന് എളിയ മനുഷ്യപ്രകൃതി സ്വീകരിച്ചുകൊണ്ട് പൂർവിക പദ്ധതിയുടെ സംവിധാനം പൂർത്തീകരിക്കുകയും ഞങ്ങൾക്ക് നിത്യരക്ഷയുടെ മാർഗം തുറന്നു തരികയും ചെയ്തു. അങ്ങനെ അവിടുത്തെ പ്രാഭവത്തിൻ്റെ മഹത്വത്തിൽ രണ്ടാമതും എഴുന്നള്ളുമ്പോൾ ഞങ്ങളിപ്പോൾ ജാഗരൂകരായി കാത്തിരിക്കുവാൻ മുതിരുന്ന വാഗ്ദാനം അവസാന പ്രത്യക്ഷത്തിൽ സ്വീകരിക്കുമാറാകട്ടെ. ആകയാൽ മാലാഖമാരോടും പ്രധാന മാലാഖമാരോടും ഭദ്രാസനന്മാരോടും അധീശന്മാരോടും സ്വർഗീയ സൈന്യത്തിൻ്റെ എല്ലാ വൃന്ദങ്ങളോടുമൊത്ത് അവിരാമം പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിൻ്റെ ഗീതം ഞങ്ങളും ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും ഹോസാന ഹോസാന
കർത്താവേ, അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. അങ്ങ് സൃഷ്ടിച്ച സർവചരാചരങ്ങളും സമുചിതമായി അങ്ങയെ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം ഉജ്ജീവിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യുന്നു. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായൊരു ബലി അങ്ങേ നാമത്തിന് അർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ ഒരുമിച്ച് കൂട്ടുന്നതിൽ നിന്ന് അങ്ങ് വിരമിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവെ, താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു, വിശുദ്ധീകരിക്കുവാനായി അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുമൽ കാഴ്ചകൾ അതേ ആത്മാവാൽ പവിത്രമാക്കണമേ. അങ്ങനെ ഇവ അങ്ങേ ദിവ്യപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പന അനുസരിച്ച് ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്നാൽ അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് അങ്ങേക്ക് വീണ്ടും കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. ഞങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അതിനാൽ കർത്താവേ, അങ്ങേ പുത്രന്റെ രക്ഷാകരമായ പീഡാസഹനവും മഹനീയമായ ഉയിർപ്പും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിപാവനവുമായ ഈ ബലി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ ഈ ബലി തൃക്കൺ പാർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലിയിൽ പ്രസാദിക്കുവാൻ അങ്ങ് ആഗ്രഹിച്ച ബലിവസ്തു അംഗീകരിച്ച് അങ്ങേ തിരുക്കുമാരൻ്റെ ശരീരരക്തങ്ങളാൽ പരിപോഷിതരായും അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതരായും ഞങ്ങൾ ക്രിസ്തുവിൽ ഒരു ശരീരവും ഒരാത്മാവുമായി തീരാൻ അനുഗ്രഹിക്കണമേ. അവിടുന്ന് ഞങ്ങളെ അങ്ങേക്കുള്ള നിത്യമായൊരു കാണിക്കയായി തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ടവരോടൊത്ത് അവകാശം ഞങ്ങൾക്കും ലഭിക്കാനിടയാക്കണമേ. വിശിഷ്യ ദൈവമാതാവായ ഏറ്റവും പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും മഹിമയേറിയ രക്തസാക്ഷികളോടും മറ്റെല്ലാ വിശുദ്ധരോടുമൊത്ത് അങ്ങേ സന്നിധിയിലുള്ള ഇവരുടെ നിരന്തര മധ്യസ്ഥത്താൽ സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അനുരഞ്ജനത്തിൻ്റെ ഈ ബലി സർവ്വലോകത്തിൻ്റെയും ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേ ദാസനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജെയിംസ് മെത്രാനോടും മെത്രാൻ പദവിയിലുള്ളവരോടും വൈദിക ഗണത്തോടും അങ്ങ് നേടിയെടുത്ത സകല ജനങ്ങളോടുമൊത്ത് ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന അങ്ങേ സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കുവാൻ കനിയണമേ. അങ്ങേ തിരുമുൻപിൽ നിൽക്കുവാൻ അങ്ങ് തിരുവുള്ളമായ ഞങ്ങളുടെ അപേക്ഷകൾ ദയാപൂർവം കേട്ടിരുളണമേ. കാരുണ്യവാനായ പിതാവേ, എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന അങ്ങേ എല്ലാ മക്കളെയും അങ്ങിലേക്ക് ദയാപൂർവം ഒന്നിപ്പിക്കണമേ.
ഞങ്ങളുടെ മൃതിയടഞ്ഞ സഹോദരരെയും അങ്ങയെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവം പ്രവേശിപ്പിക്കണമേ. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ ആയിരിക്കുന്നതോടൊപ്പം അങ്ങേ മഹത്വത്താൽ നിത്യമായി സംതൃപ്തരാക്കപ്പെടുമെന്നും ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്തെന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങ് ലോകത്തിൻ്റെ മേൽ വർഷിക്കുന്നത്. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് സ്വർഗസ്വനായ പിതാവിനോട് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗത്തിൽ വാഴും ഞങ്ങൾ താരാ, നിൻ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗ്ഗത്തിലെ പോൽ നിന്നുള്ളം പാരിലുമായിടേണം. അന്നോ വേണ്ടുന്നോരാഹാരമിന്ന് ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യതൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാറും നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിലും നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തീർക്കാൻ പാർത്ത് അങ്ങയുടെ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടിരുളണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ദൈവത്തിന്റെ കുഞ്ഞാട്, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ, ദിവ്യകുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അവിടെ നിന്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അവിടെ നിന്റെ വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. കർത്താവിന്റെ തിരുശരീരവും തിരുരക്തവും നമ്മെ നിത്യജീവിതത്തിനായി സംരക്ഷിക്കട്ടെ.
ഹൃദയത്തിൽ എന്നാളും പാടിടുവാനായി ദിവ്യകാരുണ്യമായി അടയണമേ. ഹൃദയത്തിൽ എന്നാളും പാടിടുവാനായി ദിവ്യകാരുണ്യമായി അടയണമേ. ദിവ്യസ്നേഹം ഭൂവിനു നൽകിടുവാനായി മന്നയായി വേഗം നീ വരണേ. സ്നേഹമേ സ്നേഹമേ സ്വർഗീയ ഭോജ്യമേ ജീവന്റെ ആഹാരമേ, നീ എന്റെ സ്വന്തമായി തീരാൻ കൊതിയോടെ കാത്തിരിപ്പൂ ഞാൻ. പാപങ്ങളെല്ലാം ഏറ്റെടുക്കാനായി ക്രൂശിതനായി തീർന്ന ദിവ്യനാഥ. പാപങ്ങളെല്ലാം ഏറ്റെടുക്കാനായി ക്രൂശിതനായി തീർന്ന ദിവ്യനാഥ. ഒരു വേള കൂടി നീ എന്റെ ഹൃത്തിൽ തിരുവോസ്തിരൂപനായി അണഞ്ഞിടുവാൻ നന്മയായി തീരും എന്റെ ഉള്ളം, നന്മയായി തീരും എന്റെ ഉള്ളം. സ്നേഹമേ സ്നേഹമേ സ്വർഗീയ ഭോജ്യമേ ജീവന്റെ ആഹാരമേ, നീ എന്റെ സ്വന്തമായി തീരാൻ കൊതിയോടെ കാത്തിരിപ്പൂ ഞാൻ. സ്നേഹിതരെല്ലാം വേർപിരിഞ്ഞപ്പോൾ സ്നേഹിതനായി തീർന്ന ദിവ്യനാഥ. സ്നേഹിതരെല്ലാം വേർപിരിഞ്ഞപ്പോൾ സ്നേഹിതനായി തീർന്ന ദിവ്യനാഥ. ഒരു വേള കൂടി നീ എന്റെ ഹൃത്തിൽ വലിയുന്ന സ്നേഹമായി അണഞ്ഞിടുമ്പോൾ ധന്യമായി തീരും എന്റെ ഉള്ളം, ധന്യമായി തീരും എന്റെ ഉള്ളം. ഹൃദയത്തിൽ എന്നാളും പാടിടുവാനായി ദിവ്യകാരുണ്യമായി അണയണമേ. ഹൃദയത്തിൽ എന്നാളും പാടിടുവാനായി ദിവ്യകാരുണ്യമായി അണയണമേ. ദിവ്യസ്നേഹം ഭൂവിനു നൽകിടുവാനായി മന്നയായി വേഗം നീ വരണേ. സ്നേഹമേ സ്നേഹമേ സ്വർഗീയ ഭോജ്യമേ ജീവന്റെ ആഹാരമേ, നീ എന്റെ സ്വന്തമായി തീരാൻ കൊതിയോടെ കാത്തിരിപ്പൂ ഞാൻ, കൊതിയോടെ കാത്തിരിപ്പൂ ഞാൻ.
വിവാഹ പരസ്യം. ഈ ഇടവക ശ്രാമ്പിക്കൽ എസ് ജോസഫിൻ്റെയും ലൈല ജോസഫിൻ്റെയും മകൻ സന്ദീപ് ജോസഫ്, അമരാവതി ഇടവക മാമ്പായി ടോം ആൻ്റണിയുടെയും ബിജി ടോമിൻ്റെയും മകൾ അലീറ്റ തെരേസയും വിവാഹിതരാകുന്നു. ഇന്ന് വൈകിട്ട് 5 മണിക്ക് കുർബാനയില്ല, തുടർന്ന് 8:30-ക്കാണെന്ന് കുർബാനയുള്ളത് എന്നറിയിക്കുന്നു. കുർബാനയ്ക്ക് ശേഷം നമ്മൾ KLCA പതാക ദിനത്തിനോട് അനുബന്ധിച്ചുള്ള നമ്മുടെ KLC യൂണിറ്റിൻ്റെ പതാക ഉയർത്തൽ ശുശ്രൂഷ കൂടിയുണ്ട് എന്നറിയിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ആത്മീയ പോഷണമാകുന്ന ഭോജനത്താൽ നിറഞ്ഞ് ഞങ്ങൾ താഴ്മ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഈ രഹസ്യത്തിലെ പങ്കാളിത്തം വഴി ലൗകികമായവ ശരിയായി വിലയിരുത്താനും സ്വർഗീയമായവ മുറുകെ പിടിക്കാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ സമാധാനത്തിൽ പോവുക. ദിവ്യബലി സമാപിച്ചു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിനായി ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിനായി ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിനായി ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എത്രയും ദയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിൽ ഓടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരെ ആരെയും നീ ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. കന്യകകളുടെ രാജ്ഞിയായ കന്യകേ, ദയുള്ള മാതാവേ, ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപാദത്തിങ്കൽ ഞാൻ അണയുന്നു. നെടുവീർപ്പെട്ട് കണ്ണുനീർച്ചിന്റെ പാപിയായ ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൻ മാതാവേ, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടറിയണമേ. ആമേൻ. സമാധാനത്തിന്റെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമാധാനത്തിന്റെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമാധാനത്തിന്റെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ അപേക്ഷിക്കണമേ. സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.